ഹായ് എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു ചെറിയ കുഞ്ഞൻ ഡ്രില്ലിംഗ് മെഷീനാണ്. ചെറിയ DC മോട്ടോർ വെച്ച് ഉപയോഗിക്കുന്ന ഒരു കുഞ്ഞൻ ഡ്രില്ലിംഗ് മെഷീനാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതെല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു വീഡിയോ, നല്ല പ്രയോജനപ്പെടുന്ന ഒരു വീഡിയോ കൂടെയാണ്. നല്ല പ്രോജക്റ്റ് വർക്കൊക്കെ ചെയ്യാവുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. പുതിയ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടിട്ട് വരാം. അപ്പോൾ ഞാൻ സ്റ്റാൻഡിൽ ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഇതുപോലെ ഒരു പ്ലൈവുഡിൻ്റെ ഒരു പീസ് എടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ സെൻറ്റർ ഭാഗം നമുക്ക് ഇതുപോലെ തുളച്ചെടുക്കണം. ഇനി ഞാൻ വേറൊരു പീസ് ഉണ്ട്, ചെറിയൊരു പീസ് ഉണ്ട്. ഈ പീസിൻ്റെ അളവിന് നമ്മൾ നേരെ വരച്ചിട്ട് അതൊന്ന് ഇത്രയും ഭാഗം നമുക്ക് തുളച്ച് കളയണം, ഹോളായിട്ട് കളയണം. അത് റണ്ണ് ചെയ്യിക്കാൻ വേണ്ടിയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഇതുപോലെ ഇങ്ങനെ റണ്ണ് ചെയ്യിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഞാനത് തുളച്ചിട്ടുണ്ട്, ഹോളാക്കിയിട്ടുണ്ട്, അല്ല ശരിയാക്കിയിട്ടുണ്ട്. ഇതിൻ്റെ അകത്താണ് നമ്മളത് ഈ ഒരു ചെറിയൊരു പീസ് വെച്ച് ഇങ്ങനെ റണ്ണ് ചെയ്യിക്കുന്നത്. അപ്പോൾ അതിൻ്റെ രണ്ട് സൈഡിൽ നമുക്ക് ഓരോ പീസ് വെക്കണം. അതിന് ഞാൻ ചെറിയൊരു പീസ് കണ്ട ഇതുപോലെ ഒരു മരത്തിൻ്റെ ഒരു പീസ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ഇതിൻ്റെ ഈ പ്ലൈവുഡിൻ്റെ മുകളിലോട്ട് ഇതിങ്ങനെ ഒട്ടിച്ച് വെക്കുകയാണ് ചെയ്യുന്നത്. അതിന് തൊട്ടപ്പുറത്ത് പിന്നിലായിട്ട് ഞാൻ വേറൊരു പീസും കൂടെ ഒട്ടിച്ച് വെക്കുന്നുണ്ട്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് റണ്ണ് ചെയ്യിക്കാൻ വേണ്ടി തന്നെയാണ്. അത് ഊരി പോരാതിരിക്കാൻ വേണ്ടി കൂടെ ഉള്ളൊരു പീസാണ്. ഇതിൻ്റെ പിൻഭാഗത്ത് ഈ ഒരു പീസ് ഉണ്ടല്ലോ, ഇതിലോട്ട് ഞാൻ സെൻട്രലായിട്ട് ഞാനൊരു ഹോൾ ഇട്ടിട്ടുണ്ട്. അത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു സ്പ്രിങ് ആക്ഷൻ കിട്ടേണ്ടി വേണ്ടിയാണ്. ഇതിപ്പോൾ ഒരു സ്പ്രിങ് പോലെ ഒരു ചെറിയൊരു കമ്പിയുടെ പീസിൽ അതിൻ്റെ സ്പ്രിങ് ഇട്ടിട്ട് തടവ് പോലെ വെച്ചിട്ടുണ്ട്. അത് താഴോട്ട് വെക്കുമ്പോൾ റിട്ടേൺ മുകളിലോട്ട് പോകാൻ വേണ്ടിയുള്ള ഒരു പീസാണ്. അതിന് നമുക്ക് അടിവശത്തായിട്ട് അതിന് തടവായിട്ട് വേറെ ചെറിയൊരു മരത്തിൻ്റെ ഒരു കഷ്ണത്തെ ഒട്ടിച്ച് വെക്കുകയാണ് ചെയ്യുന്നത്. ഇനി ആ സ്പ്രിങ്ങിൻ്റെ ഒരു വശം നമുക്ക് അകത്തോട്ട് കയറ്റി വെക്കാം. അന്നേരം നമ്മൾ ആ സ്പ്രിങ് ആക്ഷൻ കിട്ടത്തുള്ളൂ. ഇപ്പോൾ ആ ഹോളിനകത്തോട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കയറ്റി കഴിയുമ്പം അത് കറക്റ്റായിട്ട് അകത്ത് ഇരിക്കുന്നുള്ളൂ. ഇനിയിപ്പോൾ നമുക്ക് അതിൻ്റെ നല്ല മൂവിങ് ആയിട്ടുണ്ടോ, റിട്ടേൺ മേലോട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. അതുപോലെ ഇങ്ങനെ മേലോട്ട് വർക്ക് ചെയ്യും. ഇനിയിപ്പോൾ നമുക്ക് ഞാനൊരു PVC കൊണ്ട് ഉണ്ടാക്കിയെടുത്തതാണ്. നമ്മുടെ മോട്ടർ വെക്കാൻ വേണ്ടിയുള്ള ഒരു കവറാണ്. അതുകൊണ്ട് ഇതിലോട്ട് നമുക്ക് സ്ക്രൂ ചെയ്ത് വെക്കണം. അതിനുള്ള ഹോളൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ആ സ്ക്രൂ ചെയ്ത് ഒന്ന് മുറുക്കി വെക്കാം. രണ്ട് സ്ക്രൂവും ഞാൻ മുറുക്കി ടൈറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിൻ്റെ മോട്ടർ നമുക്ക് മാസ്റ്റർ പീസായ നമ്മുടെ മോട്ടർ നമുക്ക് അതിലോട്ട് സെറ്റ് ചെയ്യാൻ പോവാണ്. അത് രണ്ട് ബോൾട്ട് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അത് നല്ല ടൈറ്റായിട്ടിരിക്കും. അതിൽ വെക്കാൻ വേണ്ടി രണ്ട് ബോൾട്ടുകളുണ്ട്. കുഞ്ഞാണ്, അത് ചെറിയ ബോൾട്ടാണ്. അത് നമുക്ക് വെച്ചാൽ നല്ല ടൈറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നല്ല ബലത്തോടെ ഇരിക്കും. രണ്ട് ബോൾട്ട് ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മോട്ടർ നല്ല ടൈറ്റായിട്ട് ഇരിപ്പുണ്ട്, നല്ല ബലത്തിലിരിപ്പുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് അതിൻ്റെ മുകളിലായിട്ട് ഇതുപോലൊരു കവർ ഇങ്ങനെ വെച്ച് കൊടുക്കണം. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മേളുവശത്ത് നമുക്കൊരു പിടുത്തം കിട്ടാൻ വേണ്ടി തന്നെയാണ്. കൂടാതെ നമുക്ക് ആ രണ്ട് വയറും കൂടെ വെച്ച് കഴിയുമ്പം അതിനുള്ളൊരു കവറും കൂടിയാണ് ഞാൻ ഇത് വെച്ചിരിക്കുന്നത്. ഇപ്പം നമ്മുടെ വർക്കിംഗ് ആയിട്ടുണ്ട്. എന്നാൽ ഞാൻ ഇവിടെ ഒരു സൈഡിലായിട്ടൊരു ചെറിയ ഹോൾ ഇട്ടെടുത്തിട്ടുണ്ട്. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലൊരു ബോൾട്ട് നമുക്ക് അകത്തോട്ട് സെറ്റ് ചെയ്ത് വെക്കണം. സെറ്റ് ചെയ്തിട്ട് എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ഇതിൻ്റെ ബാക്കിലായിട്ട് അതിൻ്റെ ആ ബോട്ടിൻ്റെ സൈഡിൽ തന്നെയായിട്ട് ഞാൻ വേറൊരു മരത്തിൻ്റെ ഒരു പീസും കൂടെ ഒട്ടിച്ച് വെക്കുകയാണ്. അപ്പോൾ ഞാൻ ഇതിന് വെക്കേണ്ട ഒരു ഹാൻഡിൽ പോലെ ഒരു സാധനം ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അതും പ്ലൈവുഡിൻ്റെ ഒരു പീസിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അത് ഞാനിവിടെ സ്ക്രൂ ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പം അതൊന്ന് സ്ക്രൂ ചെയ്തിട്ടുണ്ട്. ഇതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് മോട്ടർ ആക്ഷൻ കിട്ടാൻ വേണ്ടിയാണ്, താഴോട്ടും പ്രസ് ചെയ്യാനുണ്ട്. പിന്നെ ഞാൻ ആ ബോട്ടിൽ ഞാനൊരു ബുഷ് പോലെ വെച്ചിട്ടുണ്ട്, ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ബുഷ്. അത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് പ്രസ് ചെയ്യുമ്പം ഒരു റണ്ണിങ് കിട്ടാൻ വേണ്ടിയുള്ളൊരു ഇതാണ് വെച്ചിരിക്കുന്നത്. അത്രയും ഭാഗമെല്ലാം ക്ലിയർ ആയിട്ടുണ്ട്. നമുക്കിനി ഇത് ഒരു പ്ലാറ്റ്ഫോമിലേക്ക് അത് സെറ്റ് ചെയ്ത് വെക്കണം. അതിന് ഞാൻ പ്ലാറ്റ്ഫോമായിട്ട് ഞാൻ വേറൊരു പീസിൽ ഞാൻ ഇതുപോലെ ഇങ്ങനെ വെട്ടി എടുത്തിട്ടുണ്ട്. അതിലോട്ട് നമുക്കിങ്ങനെ ഇതുപോലെ ഇങ്ങനെ ഉറപ്പിച്ച് വെക്കണം. നേരെ സ്റ്റാൻഡായിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ ഞാൻ അതിലോട്ടൊക്കെ പശയിലൊക്കെ വെച്ചൊന്ന് സെറ്റ് ചെയ്ത് ഒട്ടിച്ചെല്ലാം വെച്ചിട്ടുണ്ട്. നല്ല വെള്ളത്തിരിപ്പുണ്ട്. പിന്നെ നമുക്കിതിന് പിന്നിൽ അതിങ്ങനെ ആട്ടം വരാതിരിക്കാൻ വേണ്ടി ചെറിയൊരു താങ്ങ് പോലെ കൊടുക്കണം. അതായത് ഇതുപോലെ ഞാനൊരു പീസ് ഞാനിത് എടുത്തിട്ടുണ്ട്. അത് ഇതിലോട്ട് നമ്മൾ ഒട്ടിച്ച് വെക്കുകയാണ് ചെയ്യുന്നത്. കൂടെ എന്തെങ്കിലും സ്ക്രൂ ആണെങ്കിൽ എന്താ വെച്ച് വെക്കാവുന്നതാണ്. അപ്പോൾ അതിൻ്റെ രണ്ട് സൈഡിൽ ഞാൻ ഇതുപോലെ രണ്ട് പീസ് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതുപോലത്തെ ഒരു ചക്ക് ഫിറ്റ് ചെയ്യണം. അത് നമ്മുടെ മോട്ടറിൽ കറങ്ങാനും നമ്മുടെ ബിറ്റൊക്കെ ഒന്ന് മുറുക്കി വെക്കാൻ വേണ്ടിയുള്ളൊരു ഇതാണ്, ഹോൾഡറാണ്. അതിന് ചക്കെന്നാണ് പറയുന്നത്, ഡ്രില്ലിന് പറയുന്നത്. അന്നേരം അപ്പം അത് വെച്ച് നമുക്കൊരു എല്ലെങ്കിൽ വെച്ച് മുറുക്കി വെക്കാം. അതിന് അകത്തൊരു സ്ക്രൂ ഉണ്ട്. ഈ സ്ക്രൂ നമുക്ക് മുറുക്കി വെച്ച് കഴിയുമ്പം നല്ല ടൈറ്റായിട്ടിരിക്കും.
അപ്പോൾ അതൊക്കെ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് ഇത് ഊരി കഴിയുമ്പം ഇതിൻ്റെ അകത്ത് ബിറ്റൊക്കെ മുറുക്കി വെക്കാൻ വേണ്ടി ഇതുപോലത്തെ ഒരു ഹോളറ്റ് എന്ന് പറയും. ഈ ഒരു സാധനം ഇതിൻ്റെ അകത്തോട്ട് വെക്കുക. എന്നിട്ട് നമുക്ക് മുറുക്കി വെക്കണം. അത് മുറുക്കി വെച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് ഈ ബിറ്റൊക്കെ ടൈറ്റ് ചെയ്യാൻ വേണ്ടിയുള്ളതാണ്. ഇനി നമുക്ക് ബിറ്റ് വെക്കാം. നമുക്ക് ചെറിയ ബിറ്റ്, വണ്ണം കുറഞ്ഞ ബിറ്റുകളെ പറ്റത്തുള്ളൂ. 1 mm 1.5 mm അങ്ങനെയുള്ള ഒരു ബിറ്റ് വെക്കാൻ പറ്റത്തുള്ളൂ. ഇനി നമുക്ക് ഇതിൻ്റെ അടുത്ത് ഇതുപോലെ ഒരു പ്ലാറ്റ്ഫോം വെക്കുക, വേറൊരു പീസ് അതിൻ്റെ മുകളിലോട്ട് വെച്ചിട്ട് വേണം നമുക്ക് തുളയ്ക്കാനും ഉള്ള കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത്. അത്യാവശ്യം ചെറിയ വീതിയുള്ളതൊക്കെ നമുക്ക് തുളയ്ക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇത് ഇങ്ങനെ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ അത് നമുക്ക് തുളച്ച് എടുക്കാവുന്നതാണ്. ഇനിയിപ്പോൾ ഞാൻ ഇതിലോട്ട് വയറിൻ്റെ കണക്ഷൻ കൊടുക്കാൻ പോവാണ്. അത് പൊളാരിറ്റി ഉള്ളതാണ്, അതായത് പോസിറ്റീവ് നെഗറ്റീവ് ഉണ്ട്. അത് നോക്കി ഇന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വർക്ക് ചെയ്യിക്കാൻ പറ്റും. 12 വോൾട്ട് മുതൽ 24 വോൾട്ട് വരെ നമുക്ക് ഈ മോട്ടറിൽ ഉപയോഗിച്ചെടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഇതിൻ്റെ കവർ മേലോട്ട് ഇങ്ങനെ വെച്ച് കഴിയുമ്പം ആ ഒരു വയറിൻ്റെ ഒരു ഭാഗം നമുക്ക് ഷോർട്ടാകാതെ ഇരിക്കും. ഇപ്പോൾ ഈ 2 പീസ് ഞാൻ വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ ഇപ്പോൾ ഓണാക്കുവാണ്. ഇപ്പോൾ കറങ്ങിയിട്ടുണ്ട്, കണ്ടോ, കറങ്ങുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചെറിയ കുഞ്ഞൻ സ്റ്റാൻഡ് ഡ്രില്ലിംഗ് മെഷീൻ ശരിയാക്കിയിട്ടുണ്ട്. എല്ലാം റെഡി ആയിട്ടുണ്ട്, വർക്കിംഗ് ആയിട്ടുണ്ട്, എല്ലാം ഓൺ ആയിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ചെറിയ ചെറിയ പീസുകളൊക്കെ നമുക്ക് തുളച്ചെടുക്കാൻ വേണ്ടി ഉള്ളൊരു ഐഡിയ തോന്നി ഉണ്ടാക്കിയതാണ്. നല്ലൊരു വർക്കിംഗ് ആയിട്ടുണ്ട്, നല്ല സക്സസ് ആയിട്ട് വർക്കിംഗ് ആയിട്ടുണ്ട്. നല്ല സൂപ്പറായിട്ട് തുളയ്ക്കാൻ കഴിയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതുപോലെ കനം കുറഞ്ഞതുമായ, അതായത് വീതി കുറഞ്ഞതുമായ ചെറിയ പീസുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് ചെറിയ ഹോളൊക്കെ ഇട്ട് സ്ട്രെയിറ്റ് ആയിട്ട് ഹോളുകൾ ഇടണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ഒരു സ്റ്റാൻഡറിലുണ്ടെങ്കിൽ നമുക്ക് നടക്കും. അപ്പോൾ ഞാൻ ചെറിയൊരു പീസ് ഒന്ന് തുളച്ച് നോക്കാൻ പോവുകയാണ്. ഇതുപോലെ ഒരു പീസ് എടുത്തിട്ടുണ്ട്, ഇതിപ്പോൾ ഇതിലിട്ട് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഓണാക്കി നോക്കാം. ഇത് വർക്കിംഗ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതുപോലെ ഇങ്ങനെ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെ നമുക്ക് തുളച്ചെടുക്കാൻ കഴിയുന്നുണ്ടോ, ഈസി ആയിട്ട്. അപ്പോൾ നമ്മുടെ കുഞ്ഞ സ്റ്റാൻഡറിൻ്റെ വർക്ക് ഇവിടെ പൂർണ്ണമായിരിക്കുകയാണ്. നല്ലതുപോലെ ഇതിൻ്റെ വർക്ക് ചെയ്യുന്നുണ്ട്, നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും നിങ്ങൾക്ക് വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. ബെല്ലൈക്കൻ അമർത്തി കഴിഞ്ഞാൽ പുതിയ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ കമൻറ്റുകളുടെ അറിയിക്കുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.